കൃത്രിമ ബുദ്ധി ഇനി ഭാവിയുടെ വിഷയമല്ല, ഇന്നത്തെ ആവശ്യകത. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ മനുഷ്യന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന AI സാങ്കേതികവിദ്യയെ സ്കൂൾ തലത്തിൽ തന്നെ പരിചയപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. AI സിലബസ് സ്കൂൾ പാഠ്യക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് കുട്ടികളെ നാളെയുടെ ഡിജിറ്റൽ ലോകത്തിന് തയ്യാറാക്കുന്ന നിർണായക ചുവടുവയ്പ്പാണ്. മഹാരാഷ്ട്രയിലെ നിരവധി സ്കൂളുകളിൽ AI പാഠ്യപദ്ധതി വിജയകരമായി നടപ്പാക്കിയ അനുഭവ സമ്പത്തുള്ള IT കമ്പനിയായ സൈബർ സ്ക്വയർ കൺട്രി ഹെഡ് ഹരികൃഷ്ണൻ സംസാരിക്കുന്നു. കൃത്രിമ ബുദ്ധി ഇനി ഭാവിയുടെ ആശയം മാത്രമല്ല, ഇന്നത്തെ ലോകത്ത് അതൊരു അടിസ്ഥാന കഴിവാണ്. കളികളിലും വീഡിയോ കണ്ടന്റുകളിലും ഒതുങ്ങുന്ന ടെക്നോളജി ഉപഭോഗത്തിൽ നിന്ന് ആപ്പുകൾ നിർമ്മിക്കുന്നതിലേക്കും റോബോട്ടുകൾ പ്രോഗ്രാം ചെയ്യുന്നതിലേക്കും കുട്ടികളെ നയിക്കുന്നതാണ് AI പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ കണക്കുകൾ പറയുന്നു, ഇന്ന് സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ 65% ഇനിയും രൂപപ്പെടാത്ത തൊഴിൽ മേഖലകളിലേക്കാണ് കടക്കുക. അതിനാൽ AIയും റോബോട്ടിക്സും ഈ തലമുറയുടെ പുതിയ സാക്ഷരതയാണ്. കോഡിംഗ് മാത്രമല്ല, ലോജിക്, പ്രശ്നപരിഹാരം, കമ്പ്യൂട്ടേഷണൽ ചിന്ത, ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഉപയോഗിക്കാവുന്ന കഴിവുകളാണ് ഈ പഠനം കുട്ടികളിൽ വളർത്തുന്നത്. ഇവിടെയാണ് സൈബർ സ്ക്വയർ മുന്നോട്ട് വരുന്നത്. AI അധിഷ്ഠിത ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അധ്യാപകർക്ക് സഹായവും വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിയുടെ അവസരവും. സ്കൂൾ തലത്തിൽ തന്നെ AI പാഠ്യപദ്ധതി നടപ്പാക്കിയ അനുഭവ സമ്പത്ത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിൽ സൈബർ സ്ക്വയറിനുണ്ട്. നമ്മൾ 2014 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യമായിട്ട് സ്കൂളുകളിൽ സൈബർ സ്ക്വയർ ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദയാപുരം സ്കൂളിലാണ്. പിന്നീട് അവിടുന്ന് നമുക്ക് ഇതുവരെ ഏകദേശം നമ്മൾ 1000-ഓളം സ്കൂളുകൾ ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ മൊത്തം GCC കൺട്രീസും എല്ലാം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സൈബർ സ്ക്വയർ ആശയം എന്ന് പറയുന്നത് കുറച്ച് NITയിലെ കുറച്ച് എഞ്ചിനീയേഴ്സ് കൂടി കൂട്ടുകാരുടെ ഒരു എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം. ഇപ്പോൾ CBSE അടക്കം പറയുന്നത് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലേ, എന്തെങ്കിലും ഒരു മാറ്റം. എല്ലാവരും ഒരേപോലെ ചെയ്യുന്നു, പക്ഷേ നമുക്ക് ലോകത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കുറച്ച് എഞ്ചിനീയേഴ്സ് കൂടി തുടങ്ങിയതാണ്. അതിൻ്റെ CEO എന്ന് പറയുന്നത് മിസ്റ്റർ ഹാരിസ് ആണ്. അദ്ദേഹം ഇപ്പോൾ UK-ലാണ്. ഇന്ത്യ അടക്കം 10 കൺട്രീസിൽ നമ്മുടെ ഓപ്പറേഷൻ ഉണ്ട്. എങ്ങനെയായിരുന്നു ഒരു തുടക്കം? കോവിഡ് ശരിക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കി ലോകത്തിന്. പൊതുവെ കോവിഡാണ് ശരിക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. കേരള ഗവൺമെൻറ് 2000-ലാണ് ITT സ്കൂളിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നത്. സാർക്കറിയാലോ, ITT സ്കൂളിൻ്റെ ഭാഗമായിട്ട്. അന്ന് കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പല നോഡ് സെൻറ്റേഴ്സും തുടങ്ങിയിട്ടാണ് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തത്. അന്ന് കമ്പ്യൂട്ടർ സയൻസിലുള്ള ടീച്ചേഴ്സ് ഞങ്ങളെപ്പോലെ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു മാതൃകയാണല്ലോ. അവരടക്കം ഈ പറയുന്ന പോലെ എല്ലാം ഹൈടെക് ക്ലാസ്സുകളും അതല്ലെങ്കിൽ കോഡിംഗ് AI റോബോട്ടിക്സിലേക്ക് മാറുമ്പോൾ CBSE 3ാം ക്ലാസ് മുതൽ AI നിർബന്ധമാക്കി. വിഷനറി മാനേജ്മെൻ്റ് ആയിരിക്കണം. എൻ്റെ സ്കൂളിൽ കോഡിംഗ് AI റോബോട്ടിക്സ് ഏറ്റവും നല്ലൊരു ഒരു ഇന്നോവേറ്റീവ് കമ്പനിയുടെ ചെയ്യണം എന്നുള്ളവർക്ക് ആ മനസ്സാണ് അവർക്ക് ആദ്യമായിട്ട് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. രണ്ടാമത് ഒരു ലാബ് ഫെസിലിറ്റി ഉണ്ടാവണം. ലാബ് ഫെസിലിറ്റി ഇൻ്റർനെറ്റ് നമ്മൾ 100% പറയുന്നില്ല, എങ്കിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവണം. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ പ്രസക്തിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക ആ ഒരു ഇതിലൊക്കെ നിൽക്കുമ്പോൾ. കാരണം വെച്ചാൽ വിൻഡോസ് പലർക്കും അറിയില്ല. കാരണം മിക്കവാറും ഒരു 70% എന്നൊക്കെ ഞാൻ പറയും പൈറേറ്റഡ് ആണ്. ഇപ്പം അതിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പലർക്കും. അല്ല, അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മളൊരു കമ്പ്യൂട്ടർ സ്കൂളിൽ കമ്പ്യൂട്ടർ വാങ്ങുന്ന പറഞ്ഞാൽ 30 കമ്പ്യൂട്ടർ വാങ്ങും, ഒരു ടെക്നീഷ്യൻ വരും, അല്ലെങ്കിൽ ഡീലർ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും പോവും. ഇത് പൈറേറ്റഡ് ആണോ ഒറിജിനൽ ആണെന്ന് അവർ കൂടി അറിയില്ല. പക്ഷേ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് വലിയ വിഷയം, വലിയ പെനാൽറ്റി വരും, ഭയങ്കര പെനാൽറ്റി. ഇപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് സൈബർ സ്ക്വയറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ്. 12ാം ക്ലാസ്സിലുള്ളൊരു വിദ്യാർത്ഥി 5 രാഷ്ട്രങ്ങൾക്കുള്ള പ്രൊജക്റ്റുകൾ, വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്തു. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണ് കഴിഞ്ഞ വർഷം ആ കുട്ടി ഏൺ ചെയ്ത്. സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ വാർത്തെടുക്കുക, മാത്രമല്ല അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് ചെയ്യുന്നത് എന്താ അറിയോ? ഫസ്റ്റ് ചെയ്യുന്ന അവിടെ ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തുന്നില്ല. ആ വർഷം കഴിവുള്ള കുട്ടികളുടെ എക്സിബിഷൻ നടത്തും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികൾ അവർക്ക് സ്റ്റേറ്റ്, ഗ്ലോബല്, നാഷണല്, ഇൻ്റർനാഷണല്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ 7 ഡിജിറ്റൽ ഫെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തിയത് അറിയോ? ഞങ്ങളൊക്കെ ഒരു സ്വപ്ന സ്ഥലത്താണ്, MIT ബോസ്റ്റൺ, അമേരിക്ക. സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 12 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വരെ മാറുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഏതൊരു കമ്പ്യൂട്ടർ സയൻസ് ടെക്കുകളും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് MIT. അവിടെ ഒരു 10ാം ക്ലാസ്സുകാരൻ പോയിട്ട് അവിടുന്ന് ഒരു ഫസ്റ്റ് പ്രൈസ് വാങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു. അതിലപ്പുറം ഉള്ള സ്വപ്നം എന്താണ്? മഹാരാഷ്ട്രയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്.
ബോംബെയിൽ നിന്നുള്ളൊരു കുട്ടി 1ാം സ്ഥാനം നേടി സൗദി അറേബ്യയിൽ പോയിട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ മാത്രമല്ല. കോവിഡ് വന്നപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഉപയോഗിച്ചില്ലേ, ഇത് എല്ലാ വിഷയങ്ങളിലേക്കും ഭാവിയിൽ വരും. ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. പഴയ കുട്ടികളല്ല, അവർ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ChatGPT വന്നില്ലേ, എത്ര ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്? AI ടൂൾസ് ഉണ്ട്, പഠിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള AI ടൂൾസ് ഉണ്ട്, ഓരോ സബ്ജക്റ്റും എളുപ്പമാക്കുന്നത്. അതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലോകോത്തരമായിട്ടുള്ള ഒരു AI സിലബസ് നിങ്ങളുടെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇന്ത്യയിലും വിദേശത്തുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഡിജിറ്റൽ സൃഷ്ടാക്കളാക്കി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ മാറ്റത്തിന്റെ ഭാഗമാകുകയാണ് AI പാഠ്യപദ്ധതി. ഹംചുംബിയുടെ എപ്പിസോഡോടെ പൂർണ്ണമാകുന്ന മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.